ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്കാണ്. അത് ഭയങ്കര എളുപ്പമുള്ള സംഭവമാട്ടെ മൈസൂർ പാക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഉണ്ടാക്കി നോക്കിയതാണ്. ഇതിന് പല റെസിപ്പീസും ഓൺലൈനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിരുന്നു. നമ്മളൊരു കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിലേക്കൊരു ഒന്നര കപ്പ് നെയ്യ് ഒഴിച്ച് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് അതിന് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. അത് നമുക്ക് അത് കുറച്ചിശെ നമ്മൾ ഒഴിച്ചാൽ മതി. കാരണം ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ലംസ് പോലെ വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് നമ്മളതിനെ മിക്സ് ചെയ്ത് നമ്മളൊരു ബാറ്റർ കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റില്ല, അതിനായിട്ടും കുറച്ചും കൂടി തിക്കായിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇടുന്നു. അതിനുശേഷം അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഈ പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കും. മിക്സ് ആക്കിയിട്ട് പഞ്ചസാര നമ്മൾ തിക്കായിട്ട് എടുക്കും. ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത് ഇതിനെ. ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണ വരെ നമ്മളിതിനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും, തിക്കാക്കിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളത് തിളപ്പിക്കണം, കട്ടിയാക്കി എടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ എപ്പോഴും മെൽറ്റ് ചെയ്യുമ്പോൾ കൈ എങ്ങാനും വെച്ച് നിങ്ങൾ കൺസിസ്റ്റൻസി നോക്കിയാൽ അങ്ങനെ എന്ത് ചെയ്യരുത്. കാരണം ഞങ്ങൾ അത് ചെറുതായിട്ടൊന്ന് നോക്കിയതാണ്. അപ്പോൾ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് പൊള്ളിയിട്ടുണ്ട് ഇടയിൽ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര കട്ടി ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഇടയ്ക്ക് നോക്കണം നമ്മൾ സ്ട്രിങ് കൺസിസ്റ്റൻസി. കാരണം ഹൈ ഫ്ലെയിമായി കാരണം ചിലപ്പോൾ പെട്ടെന്ന് കട്ടിയായി പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ പൊള്ളി കഴിഞ്ഞാൽ കൈ ഒട്ടയാവുന്നതാണ് പറഞ്ഞുകൊണ്ടേക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇളക്കിയാണ്ടിരുന്നപ്പോൾ അത് കട്ടി പോലെയായി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി നല്ലോണം സ്റ്റിർ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബാറ്ററിൻ്റെ അല്ല, അതിന് തൊട്ടുമ്പോൾ കൺസിസ്റ്റൻസിയിൽ എടുക്കണം നമ്മൾ. അങ്ങനെ തിൻ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കടലമാവ് മിക്സ് ഉണ്ടല്ലോ, നെയ്യിലായിട്ട് മിക്സ് ചെയ്ത് നേരെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കടലമാവ് നെയ്യും കൂടി മിക്സ് ചെയ്തതിന് ബാറ്ററിനെ നമ്മൾ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. അതിനെ നമ്മൾ നല്ല തിക്കായിട്ട് എടുക്കും. ഇതിങ്ങനെ എപ്പോഴും മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ലംസ് പോലെ വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഇതൊരിക്കലും ആരും കൈ കൊണ്ട് തൊട്ട് കഴിയേണ്ട കൺസിസ്റ്റൻസി നോക്കരുത്. തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം സംഭവം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇളക്കി നമ്മൾ ആ ഷുഗറിൻ്റെ അത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. കൈ കൊണ്ട് എടുത്ത് തിന്ന് അനുകരിക്കരുത്, കൈയും പൊള്ളും അന്നോക്കും പൊള്ളും. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നെയ്യ് ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കും ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഗീയോ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ കിട്ടും. ആഫ്റ്റർ എഫക്റ്റ് ഓഫ് മൈസൂർ പാക്ക്. കൈകൊണ്ട് ഇതാണ് പറഞ്ഞത്, അനുകരിക്കരുത് ആരും, കൈ കൊണ്ട് എടുക്കരുത്. ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോ കഷ്ണങ്ങളൊക്കെ മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം അടിപൊളിയായിട്ടാ, വിചാരിച്ച പോലെ അല്ല. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും എന്താ ട്രൈ ചെയ്യണം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ രാത്രി ഒരു 1 മണി നേരത്താണ്. കാരണം ഞങ്ങൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് ഉണ്ടാക്കുന്നതാണ്. ഇത്ര ഈസിയാന്ന് അറിഞ്ഞില്ല, ഇത്രയും ടേസ്റ്റിയാന്ന് അറിഞ്ഞില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങൾ ഉണ്ടാക്കിയ കാരണം പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടെക്സ്ചറിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ടെക്സ്ചർ കിട്ടിയില്ലെങ്കിലും
പക്ഷെ നല്ല ഹാർഡൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.